ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റഷ്യയിലേക്കും യുക്രൈനിലേക്കുമാണ്. കാരണം എന്താണ് എന്നല്ലേ? എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഒരു തീയതി മെയ് 9 റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ, ഏറ്റവും വലിയ സൈനിക കരുത്ത് തെളിയിക്കുന്ന വിക്ടറി ഡേ ആണത്. പക്ഷേ ഇത്തവണ വിക്ടറി ഡേ ആഘോഷങ്ങൾക്കിടയിൽ കേൾക്കുന്നത് ആഘോഷാരവങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ മിസൈൽ ആക്രമണത്തിന്റെ അപായ സൂചനകളാണ്. റഷ്യ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ യുക്രൈനും തങ്ങളുടേതായ മറുപടി നൽകി. എന്നാൽ ഈ സീസ് ഫയർ സമാധാനത്തിലേക്കുള്ള വാതിലാണോ, അതോ ഒരു വൻ സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള നിശബ്ദതയാണോ? പരിശോധിക്കാം. കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മെയ് 8, 9 തീയതികളിൽ ഏകപക്ഷീയമായൊരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ തോൽപ്പിച്ചതിന്റെ 81ാം വാർഷികമാണ് മെയ് 9. ഇതിനെ റഷ്യയിൽ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്നാണ് വിളിക്കുന്നത്. ഈ പുണ്യദിനത്തിൽ യുദ്ധം താൽക്കാലികമായി നിർത്താനാണ് മോസ്കോയുടെ തീരുമാനം. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, യുക്രൈനും ഇത് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു സമാധാന പ്രഖ്യാപനമല്ല. റഷ്യ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. മെയ് 9 മോസ്കോയിലെ വിക്ടറി ഡേ പരേഡ് തടസ്സപ്പെടുത്താൻ യുക്രൈൻ എന്തെങ്കിലും ക്രിമിനൽ പ്ലാനുകൾ നടപ്പിലാക്കിയാൽ അതിന്റെ തിരിച്ചടി ഭീകരമായിരിക്കും. കീവിന്റെ ഹൃദയഭാഗത്ത് ഒരു മാസീവ് റിറ്റാലിയേറ്ററി മിസൈൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ് പുടിന്റെ സൈന്യം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് കീവിലെ സാധാരണക്കാരോടും വിദേശ എംബസികളിലെ ജീവനക്കാരോടും നഗരം വിട്ടു പോകാൻ പോലും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു ചെറിയ ഡ്രോൺ ആക്രമണം പോലും കീവിനെ ചാരമാക്കാൻ റഷ്യയ്ക്ക് കാരണമായേക്കാം. ഇനി നമുക്ക് യുക്രൈന്റെ ഭാഗത്തേക്ക് നോക്കാം. യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. റഷ്യയുടെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നോട്ട് സീരിയസ് എന്നാണ്. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സമാധാനം കൊണ്ടാണോ? അല്ലെന്നാണ് സെലൻസ്കി പറയുന്നത്. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ പരേഡ് നടക്കുമ്പോൾ യുക്രൈന്റെ ഡ്രോണുകൾ പറക്കുമോ എന്ന പേടിയാണ് പുടിനെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതിന് മറുപടിയായി യുക്രൈൻ സ്വന്തം നിലയ്ക്ക് മെയ് 5 മുതൽ 6 വരെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് റഷ്യയ്ക്ക് മെയ് 9 പ്രിയപ്പെട്ടതാണെങ്കിൽ യുക്രൈൻ അവരുടെ സ്വന്തം ടൈം ടേബിൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഏപ്രിലിൽ റഷ്യ യുദ്ധമുഖത്ത് തിരിച്ചടികൾ നേരിട്ടിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ISW പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 120 ചതുരശ്ര കിലോമീറ്റർ ഭൂമി റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടു. 2023 ശേഷം ഇത് ആദ്യമായാണ് യുക്രൈൻ സൈന്യം അല്പമെങ്കിലും മുന്നേറ്റം നടത്തുന്നത്. ഈ ഒരു വലിയ ആഘോഷത്തിലൂടെ ജനങ്ങളുടെ ആത്മവീര്യം കൂട്ടാനാണ് പുടിൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ വിക്ടറി ഡേ പരേഡ് പഴയതുപോലെയല്ല. സുരക്ഷാ കാരണങ്ങളാൽ ടാങ്കുകളും വലിയ മിസൈലുകളും റെഡ് സ്ക്വയറിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മോസ്കോയിൽ സെൽഫോൺ ഇന്റർനെറ്റ് വരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. യുക്രൈൻ ഡ്രോണുകൾ വിക്ടറി ഡേ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുമെന്ന കടുത്ത ആശങ്ക റഷ്യയ്ക്കുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും നീക്കങ്ങൾ വളരെ സജീവമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകളെക്കുറിച്ച് സെലൻസ്കി സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഗ്രൗണ്ടിലെ അവസ്ഥ ഇപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും റഷ്യൻ മിസൈലുകൾ യുക്രൈനിലെ 9 പേരുടെ ജീവൻ എടുത്തിരുന്നു. ഖാർക്കിവിലെ മെരേഫെ എന്ന സ്ഥലത്ത് നടന്ന ആക്രമണം ഭീകരമായിരുന്നു. വീടുകളും കടകളും കത്തിച്ചാമ്പലായി. ഇതിനൊക്കെ മറുപടിയായി ബെൽഗോറോഡ് പോലുള്ള റഷ്യൻ അതിർത്തി നഗരങ്ങളിലേക്ക് യുക്രൈൻ ഡ്രോണുകളും ചെന്നെത്തുന്നുണ്ട്. ചുരുക്കത്തിൽ മെയ് 9 എന്നത് കേവലം ഒരു വാർഷിക ആഘോഷം മാത്രമല്ല, അത് റഷ്യയുടെ അഹംഭാവത്തിന്റെയും യുക്രൈന്റെ അതിജീവനത്തിന്റെയും പരീക്ഷണം കൂടിയാണ്. റഷ്യയുടെ ഈ താൽക്കാലിക വെടിനിർത്തൽ ഒരു കെണിയാണോ? പരേഡിന് ശേഷം കീവിൽ ഒരു കനത്ത ആക്രമണത്തിനുള്ള മരുന്നിടുകയാണോ പുടിൻ? ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ ഉണ്ടെങ്കിലും പീരങ്കികൾ ഇനിയും തണുത്തിട്ടില്ല. മെയ് 9 ശേഷം യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്. റഷ്യയുടെ മുന്നറിയിപ്പ് കീവിനെ വിറപ്പിക്കുന്നുണ്ടോ, അതോ യുക്രൈൻ പുത്തൻ ഡ്രോൺ കരുത്തുമായിട്ട് റെഡ് സ്ക്വയറിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.